നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്ന ഇത് കണ്ടോ, ഇതിനെ ഇംഗ്ലീഷിൽ ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയും, മലയാളത്തിലാണ് ശീമച്ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് കമൻസിൽ എഴുതണേ മക്കളെ. അതിൻ്റെ കൂടെ ഉണക്കച്ചെമ്മീനൂടെ ചേർത്ത് ഇന്നൊരു മസാലക്കറി തയ്യാറാക്കാനാണ് അമ്മ ഒരുങ്ങുന്നത്. നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസും ഒന്ന് പരിചയപ്പെടുത്താം. ഉപ്പ്, എണ്ണ, ചക്ക നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ നന്നാക്കിയിട്ട് അത് വറുത്ത് വെച്ചിരിക്കുകയാണ്. 4 ചുവന്ന വെളുത്തുള്ളി, 4 പച്ചമുളക്, 1 തക്കാളി, 1/4 മുറി തേങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ്. അത് എളുപ്പത്തിന് വേണ്ടിയാണ്, വറുത്ത് പൊടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കറിവേപ്പില പറമ്പിൽ പോയി പിച്ചില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നതാണ്. കൊച്ചു കഷ്ണവും ഇഞ്ചി, 20 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി സ്പൈസസ്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗരം മസാല കൂട്ട്, തക്കോല, ഏലക്ക, ഗ്രാമ്പു കൊണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കടുക്, ഇതെല്ലാം മതി. കൂടാതെ നമുക്ക് ഉപ്പുണ്ട്, എണ്ണയുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ശീമച്ചക്കയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ ശീമച്ചക്കയാണ് ഇന്ത്യയിൽ മാത്രമല്ല, സുമാട്ര, ജാവ, ജമൈക്ക, ശ്രീലങ്ക മുതലായ എല്ലാ ദ്വീപായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കതും കാണുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് അന്നജം കൂടുതലടങ്ങിയതാണ്. മാത്രമല്ല നമുക്ക് ഇത് കൂടുതലായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല. പിന്നെ ഇത് പുഴുങ്ങി തിന്നാൻ നല്ലതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് പുഴുങ്ങി തിന്നാറുണ്ട്. ഫ്രൂട്ട്സായിട്ട് ഉപയോഗിക്കാം. ഇത് പല രീതിയിൽ നമുക്ക് ചിപ്സ് വേണേലാക്കാം. പല രീതിയിൽ ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ ഇടിച്ചക്ക അല്ലെ കടപ്പ്ളാവ് ഉണ്ടെങ്കിൽ ആ വീട് മുടിഞ്ഞു പോകുമെന്ന്. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പറയണം. എല്ലാ തറവാട് വീടുകളിൻ്റെയും സൈഡിലായിട്ട് ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതെല്ലാവരും നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇത് നട്ടുപിടിപ്പിച്ചാൽ ചക്കയെപ്പോലെ തന്നെ നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ വിശപ്പിനായാലും നമുക്ക് കറിക്കായാലും 4 മണിക്കായാലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ശീമപ്ലാവിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഹലോ, നിങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാവുന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ശീമച്ചക്ക കുക്കറിലോട്ട് ഇടുകയാണ്. കുക്കറിലോട്ട് ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും കൂടി, അതായത് 1 സ്പൂൺ നമുക്ക് ഇടാമല്ലോ കറിക്ക് ആവശ്യമായ, അതെ 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നു. കൂടി കൊടുക്കുന്നുണ്ട്. കൂടെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നു. 1 വിസിൽ വരണമല്ലോ, അപ്പോൾ അതിന് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ശീമച്ചക്ക കുക്കറിൽ 1 വിസിലാകുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിൽ ചട്ടി അടപ്പിൽ വെച്ച് മസാലയ്ക്കുള്ളത് വഴറ്റിയെടുക്കാം. ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ചട്ടി ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ ശീമച്ചക്കയ്ക്ക് വിസിൽ വന്നിട്ടുണ്ട്. നോക്കിയാട്ടെ, ചട്ടി നന്നായി ചൂടായി, ആവശ്യത്തിനുള്ള ചൂടായി വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുകയാണ്. വെളുത്തുള്ളി ഒന്ന് പച്ച കട്ടപ്പോൾ നമ്മളിതാ ഇഞ്ചി, അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടെ ചേർക്കുകയാണ്. മഴക്കാലം അല്ലേ, മാത്രമല്ല നമ്മൾ ഉണക്കച്ചെമ്മീനാണല്ലോ, ഗ്യാസിൻ്റെ അസുഖം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും മസ്റ്റാർഡ് ഇതിൽ ചേർക്കുന്നത്. നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരുവോളൂ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് കൊടുക്കുന്നു. അമ്മ ചെയ്തതുപോലെ നടുക്ക് എണ്ണ തെളിച്ചെടുക്കുക. സാധനങ്ങളെല്ലാം സൈഡിലോട്ടാക്കിയിട്ട് ആ എണ്ണയിലോട്ട് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുക.
നന്നായി ചേർത്ത് ഇളക്കി പിടിപ്പിക്കുക. നന്നായി ആ എണ്ണയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായി യോജിക്കട്ടെ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ചേർക്കാം. നമുക്ക് തക്കാളി കൊടുത്തു കഴിഞ്ഞു. നന്നായിട്ടൊന്ന് ഇളകട്ടെ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കറിവേപ്പിലയും കൊടുത്തു. നമ്മൾ ഇതിനകത്തിരിക്കുന്ന സാധനം വട്ടത്തിൽ വാങ്ങി മാറ്റിയിട്ടുണ്ട്. വീണ്ടും എണ്ണ തെളിച്ചു. അതിലേക്ക് 4 സ്പൂൺ മുളക് പൊടി കൊടുക്കുന്നുണ്ട്. കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ട് 4 സ്പൂൺ നമ്മൾ കൊടുക്കുവാണ്. നാല് സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, സ്വല്പം മഞ്ഞപ്പൊടി, ഗരം മസാല, പെരുംജീരകവും തക്കോലവും ഗ്രാമ്പും ഏലക്കായ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആ എണ്ണയ്ക്കകത്തൊന്ന് വഴന്നു വരട്ടെ. എല്ലാവരെയും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ആ എണ്ണയിൽ അതൊന്ന് മൂക്കട്ടെ. അമ്മച്ചി ചെയ്യുന്ന പോലെ നോക്കിയിരിക്കേ. കണ്ടോ? ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക. നന്നായി യോജിപ്പിച്ചെടുക്കുക. നന്നായി യോജിപ്പിക്കുക. ഇപ്പം നല്ല വാസന വരുന്നുണ്ട്. ആ എണ്ണയിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ആ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെ കൂടെ ചേർന്നുള്ള ഒരു മണം നന്നായി വരുന്നുണ്ട്. അരപ്പ് നന്നായി മൂത്തിട്ടുണ്ട്. അതിനെ പകർന്ന് മാറ്റിയതാ പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കുകയാണ്. വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടിയാണ് ഈ ചേർത്തത്. ദാണ്ടേ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചീമച്ചക്ക ചട്ടിയിലോട്ട് ഒഴിക്കുകയാണ്. അതിലുള്ള വെള്ളത്തോടു കൂടിയാണ് ഒഴിക്കുന്നത്. കണ്ടോ? ഇനി ഇതിനെ നന്നായി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിനെ നന്നായി യോജിപ്പിക്കുക. പുളി ആവശ്യമുണ്ട് എങ്കിൽ ഈ സമയത്ത് സ്വല്പം വാളംപുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇച്ചിരി വാളംപുളി ചേർത്തിട്ടുണ്ട്. ഒരു ശകലം തക്കാളിക്ക് പുളി കുറവുണ്ട് എങ്കിൽ സ്വല്പം വാളംപുളി എടുത്ത് പിഴിഞ്ഞ് ഈ സമയത്ത് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ആവശ്യമായ വെള്ളം അതിന് കൊടുക്കാം. നമുക്ക് കറി നോക്കാം. കറി എല്ലാം വറ്റി നല്ല വൃത്തിയായി വെന്തിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു. ഇനി നമുക്ക് കറി വാങ്ങി വെക്കാം. ആവശ്യത്തിനുള്ള കറിച്ചാറ് മതി. നന്നായി വറ്റിയിട്ടുണ്ട്. കറി നല്ല രീതിയിൽ കറി പാചകമായി. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോഴാണ് നമുക്ക് ഉണക്ക ചെമ്മീനും ഇടിച്ചക്കയുമായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ഇല്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. ചക്കക്കുരുവോ മുരിങ്ങിക്കയോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ശീമച്ചക്കയായിട്ട് നമുക്ക് മസാലക്കറി വെക്കാം. ഇവിടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് പറയണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. വീണ്ടും ഒരു റെസിപ്പിയായി വരുവോളൂ. ബൈ മക്കളെ.